ഹലോ എവരിബഡി, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്റ്റെഫൈലോകോക്കസിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് സ്റ്റെഫൈലോകോക്കസിലേക്ക് കടക്കാം. അപ്പോൾ സ്റ്റെഫൈലോകോക്കസിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം നമ്മൾ പറയേണ്ടത് അവരുടെ ഫാമിലിയെക്കുറിച്ചാണ്. അവരുടെ ഫാമിലി എന്ന് പറയുന്നത് മൈക്രോകോക്കൈ ആണ്. ഇനി ഇവരുടെ ജീനസ് എന്ന് പറയുന്നത് സ്റ്റെഫൈലോകോക്കസ് ആണ്. സ്റ്റെഫൈലോകോക്കസ് എന്ന പേര് വന്നത് എവിടുന്നാന്ന് വെച്ചാൽ ഒരു ഗ്രീക്ക് പേരാണ് സ്റ്റെഫൈലോകോക്കസ്. ഈ സ്റ്റെഫൈൽ എന്ന് പറയുന്നത് ബഞ്ച് ഓഫ് ബെറി എന്നും കോക്കസ് എന്ന് പറയുന്നത് ബെറി എന്നതാണ്. അതിൽ നിന്നാണ് ഈ പറഞ്ഞ സ്റ്റെഫൈലോകോക്കസ് എന്ന പേര് വന്നത്. ഒരു ക്ലസ്റ്റർ ഓഫ് ഗ്രേപ്സ്, ഒരു മുന്തിരിക്കൊലകൾ പോലെ ഉണ്ടാവില്ലേ, അതുപോലെയാണ് ഇതിൻ്റെ ഒരു അപ്പിയറൻസ്. നമ്മൾ ഇതിൽ കാണുന്നില്ലേ, ചിത്രം കാണുന്നില്ലേ. അപ്പോൾ അങ്ങനെയാണ് ഇതിന് സ്റ്റെഫൈലോകോക്കസ് എന്ന പേര് വന്നത്. അപ്പോൾ ഫാമിലി പറയാം, ദാറ്റ് ഇസ് മൈക്രോകോക്കൈ. ഇനി അവരുടെ ജീനസ് ദാറ്റ് ഇസ് സ്റ്റെഫൈലോകോക്കസ്. ഇനി സ്റ്റെഫൈൽ എന്ന് പറയുന്നത് ബഞ്ച് ഓഫ് ബെറി ആൻഡ് കോക്കസ് എന്ന് പറയുന്നത് ബെറി. അങ്ങനെയാണ് സ്റ്റെഫൈലോകോക്കസ് എന്ന പേര് വന്നത്. ഇനി നമുക്ക് ഇവരുടെ ക്ലാസിഫിക്കേഷനെ കുറിച്ചിട്ട് പഠിക്കാം. അപ്പോൾ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പിഗ്മെൻറ്റ് പ്രൊഡക്ഷനെ, ഏത് ടൈപ്പ് പിഗ്മെൻറ്റ് പ്രൊഡക്ഷനെ ബേസ് ചെയ്തിട്ടാണ് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ. അതിൽ സ്റ്റെഫൈലോകോക്കസ് ഓറിയസ്, സ്റ്റെഫൈലോകോക്കസ് ആൽബസ് ആൻഡ് സ്റ്റെഫൈലോകോക്കസ് സിട്രസ്. സ്റ്റെഫൈലോകോക്കസ് ഓറിയസിൽ ഒരു ഗോൾഡൻ യെല്ലോ കളറുള്ള കോളനികളാണ് ഉണ്ടാവുന്നത്. സ്റ്റെഫൈലോകോക്കസ് ആൽബസിലോ വെള്ള കളറുള്ള കോളനീസ്. ഇനി സ്റ്റെഫൈലോകോക്കസ് സിട്രസിലാണെങ്കിൽ ഒരു ലെമൺ യെല്ലോ, പേരിൽ തന്നെ സിട്രസ് എന്ന് പറയുമ്പോൾ ലെമൺ ആണല്ലോ, ലെമൺ യെല്ലോ കളറുള്ള കോളനികളാണ് സ്റ്റെഫൈലോകോക്കസ് സിട്രസിൽ ഫോം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, പിഗ്മെൻറ്റ് പ്രൊഡക്ഷനെ ബേസ് ചെയ്തിട്ട് സ്റ്റെഫൈലോകോക്കസ് ഓറിയസ്, സ്റ്റെഫൈലോകോക്കസ് ആൽബസ്, സ്റ്റെഫൈലോകോക്കസ് സിട്രസ്. സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് എന്ന് നമ്മൾ പറഞ്ഞത് ഏത് കോളനീസാണ്, ഏത് കളറിലാണ്, ഗോൾഡൻ യെല്ലോ. സ്റ്റെഫൈലോകോക്കസ് ആൽബസോ വെള്ള കളറിലെ കോളനീസ്. സ്റ്റെഫൈലോകോക്കസ് സിട്രസോ ഒരു ലെമൺ യെല്ലോ കളറായിട്ടുള്ള കോളനീസാണ് ഫോം ചെയ്യുക. ഇനി നമുക്ക് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ പറയാം. അതെന്ന് പറയുന്നത് പാത്തോജനിസിറ്റീനെ ബേസ് ചെയ്തിട്ടാണ്. പാത്തോജനിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, രോഗം ഉണ്ടാക്കാൻ കഴിയുന്നത്. അപ്പോൾ അതിൽ രോഗം ഉണ്ടാക്കുന്നതും രോഗം ഉണ്ടാക്കുന്നതാണ്. പാത്തോജനിക് ആയിട്ടുള്ളതുണ്ട്, നോൺ പാത്തോജനിക് ആയിട്ടുള്ളതുണ്ട്. ഇനി പാത്തോജനിക് ആയിട്ടുള്ളതിൻ്റെ എക്സാമ്പിളാണ് സ്റ്റെഫൈലോകോക്കസ് ഓറിയസ്. നോൺ പാത്തോജനിക്കിൻ്റെ എക്സാമ്പിൾ ഏതാണ്, നമ്മുടെ സ്റ്റെഫൈലോകോക്കസ് ആൽബസ്, സ്റ്റെഫൈലോകോക്കസ് സിട്രസ്, സ്റ്റെഫൈലോകോക്കസ് സാപ്രോഫൈറ്റിക്കസ്, സ്റ്റെഫൈലോകോക്കസ് ഹോമിനീസ്. അതൊക്കെയാണ് എപ്പിഡെർമിഡിസ്, അതൊക്കെയാണ് നോൺ പാത്തോജനിക്കിൽ വരുന്നത്. ഇനി നമുക്ക് അടുത്ത ക്ലാസിഫിക്കേഷൻ പറയാം. അതെന്ന് പറയുന്നത് കൊയാഗുലേസ് പ്രൊഡക്ഷനെ ബേസ് ചെയ്തിട്ടാണ്. കൊയാഗുലേസ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റെഫൈലോകോക്കസ് ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് എൻസൈമിനെയാണ് നമ്മൾ കൊയാഗുലേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൊയാഗുലേസ് പോസിറ്റീവ് ആയതിനെയും കൊയാഗുലേസ് നെഗറ്റീവ് ആയതിനെയും ബേസ് ചെയ്തിട്ടാണ് അടുത്ത ക്ലാസിഫിക്കേഷൻ. കൊയാഗുലേസ് പോസിറ്റീവ് ആയിട്ടുള്ളത് സ്റ്റെഫൈലോകോക്കസ് ഓറിയസും, കൊയാഗുലേസ് നെഗറ്റീവ് ആയിട്ടുള്ളത് സ്റ്റെഫൈലോകോക്കസ് എപ്പിഡെർമിഡിസും സ്റ്റെഫൈലോകോക്കസ് സാപ്രോഫൈറ്റിക്കസുമാണ്. അപ്പോൾ സ്റ്റെഫൈലോകോക്കസ് ഓറിയസിനെ കുറിച്ചിട്ട് നമുക്ക് പറയാം. സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് മെയിനായിട്ട് നമ്മുടെ നോസ്ട്രിലും സ്കിന്നിലുമാണ് മെയിൻലി കാണുന്നത്. ഇവർ ഗ്രാം പോസിറ്റീവ് ആയിട്ടുള്ളൊരു കോക്കയാണ്. ഇവരുടെ ഡയമീറ്റർ എന്ന് പറയുന്നത് 0.5 to 1.5 µm ഇവരുടെ ഡയമീറ്റർ. ഇനി ഇവരെ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും, സിംഗിളായിട്ട്, പെയറായിട്ടും അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി ഇവർ നോൺ മോട്ടൈലാണ്, ക്യാപ്സുലേറ്റഡ് ആണ്, അതുപോലെ തന്നെ നോൺ സ്പോറിംഗ് ആണ്. സ്പോർ ഫോം ചെയ്യാൻ പറ്റില്ല, നോൺ മോട്ടൈലാണ്, അതുപോലെ തന്നെ ക്യാപ്സുലേറ്റഡുമാണ് എന്നതാണ് അതിൻ്റെ മോർഫോളജിയിൽ പറയുന്നത്. ഇനി നമുക്ക് അവരുടെ കൾച്ചറിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ കൾച്ചറിൽ നമ്മൾ ആദ്യം പറയുന്നത് 37 ഡിഗ്രി സെൽഷ്യസിലും 7.5 pHയിലുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൾച്ചർ ചെയ്യണത്. ആദ്യം നമ്മൾ ന്യൂട്രിനഗറിലാണ് ചെയ്തത്. ന്യൂട്രിനഗറിൽ ചെയ്തപ്പോൾ ഗോൾഡൻ യെല്ലോ കളർഡായുള്ള കോളനികൾ, അത് സ്മൂത്തും ഒപ്പാക്കും ഗ്ലിസ്നിങ് ആയിട്ടുള്ള കോളനികളെ കിട്ടി. 1 to 2 മൈക്രോമീറ്റേഴ്സാണ് അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ന്യൂട്രിനഗറിൻ്റെ കേസ് പറഞ്ഞു. ന്യൂട്രിനഗറിലാണ് നമ്മൾ 1 to 2 മൈക്രോമീറ്റേഴ്സ് ഡയമീറ്റർ വരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ അത് ഗോൾഡൻ യെല്ലോ കളർഡ് കോളനീസ് കാണുന്നു എന്നും നമ്മൾ പറഞ്ഞു. ബ്ലഡ് അഗറിൻ്റെ കേസിൽ എങ്ങനെയാണ്, ബ്ലഡ് അഗറിൻ്റെ കേസിൽ ഇതേപോലെ തന്നെ ഗോൾഡൻ യെല്ലോ കളർ കോളനികൾ തന്നെയാണ് കാണുന്നത്. പക്ഷേ ഇവിടെ എന്തൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ക്ലിയർ ആയുള്ള സോൺ ഓഫ് ഹീമോലൈസിസ് ഇവിടെ കാണുന്നുണ്ട് എന്നാണ് പറയണത്. മെയിൻലി നമ്മൾ ഷീപ്പിൻ്റെയും റാബിറ്റിൻ്റെയും ഒക്കെ ബ്ലഡ് അഗറിൽ നമ്മൾ ഇങ്ങനെ കൾച്ചർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ നമുക്ക് കാണാൻ പറ്റും, ഒരു ക്ലിയർ സോൺ ഓഫ് ഹീമോലൈസിസ് കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. അടുത്തത് മാക്കോൻകി അഗറിലുള്ള നമ്മൾ പറഞ്ഞു കൾച്ചറാണ് പറയണത്. മാക്കോൻകി അഗറിലെ കൾച്ചർ ചെയ്യുമ്പോൾ മെയിനായിട്ട് ഇവിടെ കിട്ടുന്ന കോളനികളെല്ലാം ന്യൂട്രിയൻ്റ് അഗറിനെക്കാട്ടിലും ചെറുതായിരിക്കും.
ഇനി ഇവർക്ക് മെയിൻലി കിട്ടുന്ന കോളനികളെ കളർ എന്ന് പറയുന്നത് ഒരു പിങ്ക് കളറാണ്. എന്തുകൊണ്ടാണ് പിങ്ക് കളർ വരുന്നത്? നമ്മുടെ ലാക്ടോസിൻ്റെ ഫെർമെൻറ്റേഷൻ വഴിയാണ് ഈ ഒരു പിങ്ക് കളർ കോളനീസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൾച്ചറിങ് 3 കാര്യത്തിൽ പറഞ്ഞു: ന്യൂട്രിയൻ്റ് അഗർ, ബ്ലഡ് അഗർ, മാക്കോനി അഗർ. ന്യൂട്രിയൻ്റ് അഗറിൽ ഈ ഗോൾഡൻ യെല്ലോ കോളനീസ് തന്നെയാണ്. അവർ സ്മൂത്തും ഗ്ലിസ്നിങ്ങും ഒപ്പാക്കായിട്ടാണ് കാണുന്നത്. അവരുടെ 1 to 2 മൈക്രോമീറ്റേഴ്സ് ഡയമീറ്റർ എന്നും പറഞ്ഞു. ബ്ലഡ് അഗറിൻ്റെ കേസിൽ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇതേപോലെ തന്നെ ഗോൾഡൻ യെല്ലോ കോളനീസും പക്ഷേ ഒരു ഫ്രീ ഉള്ള സോൺ ഓഫ് ഹീമോലൈസിസും നമ്മളവിടെ കാണുന്നുണ്ട്. മെയിൻലി ഷീപ്പ് ആൻഡ് റാബിറ്റിൻ്റെ ബ്ലഡ് അഗറിൽ ചെയ്യുമ്പോഴാണ് ഇത്തരത്തിൽ കാണുന്നത്. അടുത്തത് മാക്കോൻകി അഗറാണ് പറഞ്ഞിട്ടുള്ളത്. ന്യൂട്രിയൻ്റ് അഗറിനെക്കാട്ടിലും ചെറുതായിരിക്കും ഈ പറഞ്ഞ മാക്കോൻകി അഗർ. കോളനികളൊക്കെ ഒരു പിങ്ക് കളറിലാണ് ഫോം ചെയ്യുന്നത്, ലാക്ടോസിൻ്റെ ഫെർമെൻറ്റേഷൻ കാരണം. ഇനി മാൻട്രോൾ സോൾട്ട് അഗറിലുള്ള കൾച്ചറിങ് ആണ്. ഇവിടെ നമ്മൾ സ്ട്രെപ്റ്റോകോക്കസ് ഓറിയസിനെ ഫെർമെൻറ്റ് ചെയ്യണമെന്ന് മാൻട്രോൾ ഫെർമെൻറ്റ് ചെയ്യുമ്പോൾ ഒരു യെല്ലോ കളറുള്ള കോളനീസാണ് അപ്പിയർ ചെയ്യണത്. ഇനി നമുക്ക് ഫുഡ് പോയ്സൺ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ഈ സ്റ്റെഫൈലോകോക്കസ് ഓറിയസിനെ ഇതിൽ നിന്നും റിക്കവർ ചെയ്യണമെങ്കിൽ നമ്മൾ മെയിൻലി ഈ പറഞ്ഞ മാനിട്രോൾ സോൾട്ട് അഗർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളവരെ റിക്കവർ ചെയ്യണത്. അപ്പോൾ നമ്മൾ മാൻട്രോൾ സോൾട്ട് അഗറിൽ വെച്ചിട്ട് സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് നമ്മൾ കണ്ടുപിടിക്കും. ഇപ്പോൾ നമുക്ക് ഫീക്കൽ ആയുള്ള സ്പെസിമെനിൽ നിന്നൊക്കെ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് മാനിട്രോൾ സോൾട്ട് അഗർ. ഇനി നമുക്ക് അവരുടെ ബയോകെമിക്കൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസിനെ കുറിച്ച് പഠിക്കാം. ബയോകെമിക്കൽ പ്രോപ്പർട്ടീസിൽ ഇവിടെ ഓക്സിഡേസ് നെഗറ്റീവും കാറ്റലൈസ് പോസിറ്റീവ് ആയിരിക്കും. പിന്നെ ഇവർ ഗ്ലൂക്കോസിനെയും മാൾട്ടോസിനെയും ലാക്ടോസിനെയും പിന്നെ ഗ്ലൂക്കോസ്, ലാക്ടോസ്, മാൾട്ടോസ്, സൂക്രോസ്, മാനിറ്റോൾ അവരെയൊക്കെ ഫെർമെൻറ്റ് ചെയ്യും. എന്നിട്ട് ഇവിടെ ആസിഡ് പ്രൊഡക്ഷൻ ഉണ്ടായിരിക്കും, പക്ഷേ ഗ്യാസ് ഉണ്ടായിരിക്കില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഇൻഡോൾ ടെസ്റ്റ് ഇവിടെ നെഗറ്റീവാണ്, MR ടെസ്റ്റ് പോസിറ്റീവും, VP ടെസ്റ്റ് പോസിറ്റീവും, യൂറിയസ് ടെസ്റ്റ് പോസിറ്റീവും. ഹൈഡ്രോലൈസ് ചെയ്യുന്നത് ജെലാറ്റിനെയാണ്. അതുപോലെ തന്നെ നൈട്രേറ്റിനെ നൈട്രൈറ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഫോസ്ഫറ്റേസ് പോസിറ്റീവാണ്. DNAസിൻ്റെ ടെസ്റ്റ് പോസിറ്റീവും കൊയാഗുലേസ് ടെസ്റ്റ് പോസിറ്റീവുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ ബയോകെമിക്കൽ റിയാക്ഷൻസ് വരെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ബാക്കി ഭാഗങ്ങൾ ഞാനിത് ലെങ്തി ആക്കുന്നില്ല. ബാക്കി ഭാഗങ്ങൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിരുന്നത് മനസ്സിലാവുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും അതുപോലെ തന്നെ പറയണെല്ലാം മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ബാക്കി ഭാഗമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലേക്ക് വരുന്നതായിരിക്കും. ടിൽ ദെൻ ദിസ് ഇസ് നിരഞ്ജന സൈനിങ് ഓഫ്.